കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. കളിയാടാമേ കിളിമരത്തണലോരം, കളിയാടാമേ കിളിമരത്തണലോരം. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ. നമസ്കാരം. ഗാനം ഗാനാമൃതം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം എന്നോട് ഇഷ്ടം കൂടാൻ ഒരാളെത്തിയിട്ടുണ്ട്. നമ്മുടെ ഐശ്വര്യ. ഐശ്വര്യ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഐശ്വര്യയുടെ ചിരി നല്ല രസമുണ്ട് കേട്ടോ. താങ്ക് യു. ഐശ്വര്യ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ എൻജിനീയറിംഗിനാണ് പഠിക്കുന്നത്. കോളേജിലാണോ? പക്ഷെ കണ്ടാ പറയില്ല കേട്ടോ. ഫസ്റ്റ് ഇയർ ആണോ? ഫസ്റ്റ് ഇയർ. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു 10th അത്രയൊക്കെ വിചാരിച്ചുള്ളൂ. ഇല്ല, കോളേജിലായി. അപ്പോൾ സ്കൂൾ ലൈഫാണോ കോളേജ് ലൈഫാണോ കൂടുതൽ ഇഷ്ടം? എനിക്കിപ്പോ നോക്കുമ്പോ സ്കൂൾ ലൈഫാണ് കുറച്ചും കൂടെ. അതെയോ? അതെന്താണ് അങ്ങനെ ചോദിച്ചാൽ ഈ കോളേജിൽ ഇപ്പൊ കുറെ ഈ പ്രഷറൊക്കെ ഉണ്ട്. സ്കൂളിലുള്ള പോലെ അല്ല, സ്കൂളിൽ കുറച്ച് കുറവായിരുന്നു. ഫ്രീ ആയിരുന്നു സ്കൂളില്? പഠിക്കാനൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നില്ലേ? അല്ല, ഉണ്ടായിരുന്നു. പക്ഷെ കോളേജിൽ കുറച്ചും കൂടെ. സാധാരണ എല്ലാവരും കോളേജിൽ പോകുമ്പോഴത്തേക്കാണ് ഞാൻ ഫ്രീ ആണ്, ഞാൻ അടിച്ചു പൊളിക്കാനാണ് കോളേജിൽ പോകണമെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് തോന്നുന്നത് എനിക്ക് കോളേജിൽ പോകുന്ന ഒരാൾ അയ്യോ എനിക്ക് സ്കൂൾ ലൈഫായിരുന്നു ഇഷ്ടമെന്ന് പറയുന്നത്. ഓക്കെ, എനിവേ, എന്തായാലും ഇപ്പോൾ ഏത് കോളേജിലാ? ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് വോളഗോൺ. എന്തിനാ പഠിക്കുന്നത്? ഞാൻ കമ്പ്യൂട്ടർ ആൻഡ് ഓട്ടോണമസ് സിസ്റ്റംസ് എഞ്ചിനീയറിംഗ്. ഓക്കെ, എന്തുകൊണ്ടാണ് അത് സെലക്ട് ചെയ്യാൻ കാരണം? അത് അച്ഛനും അമ്മയും സജഷൻ തന്നപ്പോ ഞാൻ സെലക്ട് ചെയ്തു. സ്വന്തം ഇഷ്ടമല്ല അപ്പോ? അല്ല. അപ്പൊ അതെന്തുകൊണ്ടാ നമുക്കിഷ്ടമുള്ള ഒരു ഇത് ചൂസ് ചെയ്യാത്തത്? അല്ല, എനിക്കങ്ങനെ പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഇല്ലായിരുന്നു ഒന്നിലും. അതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ അമ്മയുടെ ഇത് കേട്ടോ. അപ്പൊ എന്തോ അച്ഛനമ്മയും പറയും പോലെ അനുസരിക്കുള്ളൂ അല്ലേ? അങ്ങനത്തെ കുട്ടിയാണ്, നല്ല കുട്ടിയാണ്. ആയിക്കോട്ടെ. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം ഗാനം ഗാനാമൃതം എന്നാണല്ലോ. അപ്പോൾ ഗാനങ്ങൾ, പാട്ടുകൾ, ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ? അങ്ങനെ പറയാൻ പറ്റില്ല. ഒരുപാട് പാട്ടുകൾ ഇഷ്ടമാണ്. എന്നാലും നമുക്ക് എപ്പോഴും വൺ ഓഫ് മൈ ഫേവറേറ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു പാട്ട് ഏതായിരിക്കും? എനിക്ക് പണ്ടത്തെ പാട്ട് ഒക്കെ ഇഷ്ടമാണ്. പഴയ പാട്ടുകൾ. അപ്പോൾ ഒരു പഴയ പാട്ട് പാടിയല്ലേ? ഓക്കെ. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഹിന്ദി പാട്ടുകളാണോ കൂടുതൽ ഇഷ്ടം? ഹിന്ദിയാണ്. മലയാളം പാട്ടുകൾ കേൾക്കാറുണ്ടോ?
കേൾക്കാനില്ല. മ്യൂസിക് പഠിക്കുന്നുണ്ടോ ഐശ്വര്യ? പഠിക്കുന്നുണ്ടായിരുന്നു, ഇപ്പൊ കുറച്ചേരം സ്റ്റോപ്പ് ചെയ്തു. എന്ത് പറ്റി? 12th കഴിഞ്ഞപ്പോഴത്തേക്ക് സ്റ്റോപ്പ് ചെയ്തു. കുറച്ച് ബിസി ആയിപ്പോയി. അതുകൊണ്ട് അതെന്താണ് ബിസി? അല്ല, 12th ബോർഡ്സ് ഒക്കെ ആയിരുന്നല്ലോ, അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല പെട്ടെന്ന്. പക്ഷെ എല്ലാവരും അങ്ങനെയാണേ. ചില സ്കൂള് കഴിയുമ്പോൾ അടുത്ത് കോളേജിലേക്കൊക്കെ പോകുമ്പോൾ പിന്നെ ഭയങ്കര തിരക്കായി, എനിക്ക് പാട്ട് പഠിക്കാൻ സമയമില്ല. നമുക്ക് കുറച്ച് സമയം, ഒരു ദിവസം ഒരു ഹാഫ് ആൻ അവർ നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ലേ? പറ്റും. അപ്പോൾ കണ്ടിന്യൂ ചെയ്യണം. ഇതൊരു അഡ്വൈസ് ആയിട്ട് എടുക്കണം. പാട്ടിന് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ബ്ലെസ്സിങ്സ് ആണല്ലേ മ്യൂസിക് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ശരിക്കും അത് കാത്തു സൂക്ഷിക്കുക. എല്ലാവർക്കും കിട്ടണമെന്നില്ല അത്. ഐശ്വര്യയെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് പാടാൻ കഴിയുന്ന ഒരു മോളാണ്. അപ്പോൾ പാട്ടിന് വേണ്ടിയിട്ട് ഒരു ഹാഫ് ആൻ അവർ ഡെയിലി കണ്ടെത്തും. എത്തുള്ളൂ. ഇനി തിരക്കാണ്, എനിക്ക് പാട്ട് പഠിക്കാൻ സമയമില്ല എന്നൊന്നും പറയില്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ അച്ഛനും അമ്മയും ഐശ്വര്യയും മാത്രമാണ്. അച്ഛൻ എന്ത് ചെയ്യണം? അച്ഛൻ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജറാണ്, ഒരു ഇറ്റാലിയൻ കമ്പനി ഗവിസ്. ഓക്കെ. അമ്മ ഹൗസ് വൈഫാണ്. അപ്പോൾ ഇതിൽ അച്ഛനാണോ അമ്മയാണോ മ്യൂസിക്കുമായിട്ട്? അത് അമ്മ, കൂടുതലും അമ്മയാണ്. പക്ഷെ അമ്മ ഫോഴ്സ് ചെയ്യണം? അല്ല, അങ്ങനില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു പുഷപ്പ് തരണമല്ലേ അമ്മ, എങ്കിൽ മാത്രമേ മുന്നോട്ട് പോവുള്ളൂ. അങ്ങനെയല്ല, ഇനി നമ്മളായിട്ടൊരു ഇനിഷ്യേറ്റീവ് എടുക്കണം. ഓക്കെ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഗായികരെ? അങ്ങനെ ചോദിച്ചാൽ കുറേ ഉണ്ട്, പക്ഷെ എനിക്ക് ശ്രേയ ഘോഷാലിനെ ഇഷ്ടമാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ശ്രേയ ഘോഷാലിനെ ഇഷ്ടമായിരിക്കും. അപ്പോൾ ശ്രേയ ഘോഷാലിൻ്റെ ഇഷ്ടപ്പെട്ട ഒരു സോങ് ഏതാ? ഇപ്പോൾ ശ്രേയ ഘോഷാലിൻ്റെ നല്ലൊരു പാട്ടല്ലേ? കോളേജിൽ ഫ്രണ്ട്സൊക്കെ ഉണ്ടോ? ഉണ്ട്, ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. ഇല്ല, പിന്നെ ഒരു 2-3 അത്രയേ ഉള്ളൂ. അത്ര. എന്താ ഇങ്ങനെ ഫ്രണ്ട്സ് ഇങ്ങനെ കൂടുതൽ? ഞാൻ അങ്ങനെ ആരോട് കൂടുതൽ സംസാരിക്കാറില്ല. അപ്പോൾ അറിയാവുന്ന ആൾക്കാരുമായിട്ട് ഫ്രണ്ട്സ് ആവാറുള്ളൂ. അപ്പോൾ 3 ആൾക്കാർ എനിക്ക് അറിയാവുന്ന ആൾക്കാരാണ്. ഇവിടെ ദുബായിൽ വന്നിട്ട് അധികം സംസാരിക്കാറില്ല എന്ന് പറയുന്ന ആളാ ഐശ്വര്യ ആയിരിക്കും അല്ലേ? ഇവിടെ അപ്പോൾ വീട്ടിൽ ഒന്നും അധികം സംസാരിക്കാറില്ല? അല്ല, അച്ഛൻ്റെ അമ്മയടുത്തും മാത്രം. പുറത്തിറങ്ങിയ വളരെ നല്ല കുട്ടിയാണ്, ആരോട് സംസാരിക്കില്ല അല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ സ്കൂൾ ഇവിടെ തന്നെയാണ് പഠിച്ചത്? ആ. ഇപ്പോൾ കോളേജിൽ ഇവിടെ തന്നെയാണ്. ഇൻ ഫ്യൂച്ചറിൽ എന്താകാനാണ് ആഗ്രഹം? അങ്ങനെ ചോദിച്ചാൽ അച്ഛനോടും അമ്മയോടും ചോദിക്കണോ? എങ്ങനെയില്ല, ഇപ്പം അങ്ങനെ ഒരു എയിമായിട്ടൊന്നും ഇല്ല. ഇപ്പം തൽക്കാലം പഠിച്ച് കഴിഞ്ഞിട്ട് എയിം വരുമായിരിക്കും. അപ്പം നമുക്കൊരു എയിം ഇല്ല, എന്താകണമെന്നുള്ള ഒരു ഇതില്ല. അപ്പോൾ അത് അച്ഛനും അമ്മയും എന്താകണമെന്ന് പറഞ്ഞാൽ അതാകും അല്ലേ? അതാണ്, അങ്ങനെ ആയിരിക്കും. അതെ അതെ. അപ്പോൾ എന്തായാലും നല്ല ഐശ്വര്യയുടെ ഒരു വേ എന്ന് പറയുന്ന ഒരു ഡിഫറെൻറ്റ് വേ ആണ്. ശരി. പിന്നെ വേറെ എന്തൊക്കെയാ ആക്ടിവിറ്റീസ് ഉണ്ട്? ഞാൻ ചെറുതായിട്ട് ഡാൻസ് കളിക്കും, നന്നായിട്ട് വരയ്ക്കും, പെയിന്റ് ചെയ്യും.
ശരി. എന്തെങ്കിലും എക്സിബിഷൻ അങ്ങനെ എന്തെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ? ഞാൻ പണ്ടൊരു ഓൾ ഇന്ത്യ കോമ്പറ്റീഷന് പോയിട്ടുണ്ട് പെയിൻറ്റിങ്ങിന് എൻ്റെ സ്കൂളിൽ നിന്ന്. 7th ഗ്രേഡിലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് പൊസിഷൻ. ശരി. അപ്പോൾ പിന്നെ അത് കണ്ടിന്യൂ ചെയ്തില്ല? ഇല്ല, ഉണ്ട് പെയിൻറ്റിങ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്, സമയം കിട്ടുമ്പോൾ ചെയ്യാറില്ല. സമയമാണല്ലോ പ്രശ്നം. അതെ അതെ. അത്ര പെയിൻറ്റിങ് വിട്ടിട്ടില്ല. അത് വേണം. നമ്മുടെ കയ്യിലുള്ള കലകളൊന്നും നമ്മൾ വിടാൻ പാടില്ല. അത് കൂടുതൽ കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ കോളേജിലായി, ഇനി അടുത്ത ഡ്രൈവ് ചെയ്യൂ? ഇല്ല ഇല്ല, ലൈസൻസ് ഇതുവരെ ആയിട്ടില്ല. അതിനും സമയം കിട്ടിയിട്ടില്ല അല്ലേ? സമയം സമയമാണ് പ്രശ്നം. ഐശ്വര്യയുടെ ഏറ്റവും വലിയ പ്രശ്നം സമയമാണ്. ഒന്നിനും ഐശ്വര്യക്ക് സമയമില്ല. സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ചെയ്യാറുണ്ട് ഇവിടെ? ഇടയ്ക്ക് അവസരം കിട്ടും. സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ സ്റ്റേജ് ഷോസ് ചെയ്യുമ്പോഴത്തേക്ക് ഐശ്വര്യ കൂടുതൽ എൻജോയ് ചെയ്യുന്നത് എന്താണ്? പാട്ട് പാടുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അതല്ലാതെ നമ്മൾ ഒത്തിരി ഓഡിയൻസിൻ്റെ മുന്നിൽ പാടുമ്പോൾ നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ലേ? അത് ശരിക്കും അത് എൻജോയ് ചെയ്യാറില്ലേ? ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ കൂടുതൽ പ്രോഗ്രാംസ് ചെയ്യണം എന്നൊരാഗ്രഹം തോന്നാറുണ്ട്? ഉണ്ട്, പക്ഷെ എനിക്ക് പേടിയാണ്. എന്തിനാ പേടിയുണ്ടോ? ഈ വലിയ ഓഡിയൻസിനൊക്കെ കാണുമ്പോൾ ഇടയ്ക്ക് ഒരു പേടിയുണ്ട്. പിന്നെ ശരിയാവും. ആദ്യം ഫസ്റ്റ് അത് ചിത്ര ചേച്ചിയൊക്കെ എപ്പോഴും പറയാറില്ലേ, ഏത് ഷോയിലായാലും ഫസ്റ്റ് പാട്ട് കഴിയുന്നത് വരെ ഒരു ടെൻഷൻ ഉണ്ടാവും, പിന്നെ ഓക്കെ ആവും. പക്ഷെ ഇവിടുത്തെ ഓഡിയൻസ് ഒന്നും നമുക്ക് അങ്ങനെ ഒരു ഇതല്ലല്ലോ. നമ്മളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ഓഡിയൻസാണ് നമ്മുടെ പ്രദേശ് യുയിൽ. അപ്പോൾ ധൈര്യമായിട്ട് പ്രോഗ്രാമിന് പോവുക, പാടുക. അപ്പം ഇനി ഒരു പാട്ട് കൂടെ ആയല്ലോ. சேர்த்து வச்ச ஆசையெல்லாம் அள்ளி தரவாதி என் உசுர உசுர தானே கை மாத்தி அடியா தீதேன ஃபீல் உன்னால நான் ஃபீல் முடிக்காம ஓட்டின நீலே இனிமே நான் வாழ அடியா தீதேன ஃபீல் உன்னால நான் ஃபீல் முடிக்காம ஓட்டின நீலே இனிமே ഇപ്പം എല്ലാ ലാംഗ്വേജായി, ഹിന്ദി പാടി, മലയാളം, തമിഴ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പാടാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ഏതാ? ഇങ്ങനെ ചോദിക്കുമ്പോൾ മലയാളമാണ്. മലയാളം പാട്ടുകൾ ഒത്തിരി കേൾക്കാറുണ്ട്. പഴയ പാട്ടുകളാണ് ഇഷ്ടം അല്ലേ? ശരി. അമ്മയും വീട്ടിൽ പാടാറുണ്ടല്ലേ? അപ്പം അമ്മയുടെ നിന്നാണ് ആ പാട്ടുകളൊക്കെ പഠിച്ചതല്ലേ? അമ്മയ്ക്ക് ഇഷ്ടമുള്ള പാട്ട് ഏതാ? അമ്മയ്ക്ക് ഇഷ്ടമുള്ള പാട്ട്, അമ്മയ്ക്ക് കുറേ ഇഷ്ടമുള്ള പാട്ടുണ്ട്. അമ്മ ശരിക്കും തമിഴാ കുറെ കേൾക്കുന്നത്. തമിഴാണ് അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം. മോക്ക് മലയാളമാണ് ഇഷ്ടം. അപ്പോൾ മലയാളം തമിഴായിട്ട് മിക്സ് ആയിട്ട് ഇങ്ങനെ വീട്ടിൽ ഫുള്ള് പാട്ടായിരിക്കുമല്ലോ അപ്പോൾ. അപ്പം അമ്മ എപ്പോഴും പാടുന്ന ഒരു പാട്ട്, അമ്മയ്ക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് ഏതായിരുന്നു? ഇതാണ് അമ്മയുടെ ഫേവറേറ്റ് പാട്ടല്ലേ? അത് ശരി, നല്ല പാട്ടല്ലേ? അപ്പൊ അമ്മ ഹൈ പിച്ചിലൊക്കെ ഇങ്ങനെ പടികൊണ്ട് നടക്കുമല്ലേ വീട്ടില് അല്ലേ?
ഓക്കെ, അപ്പോൾ എന്തായാലും ഒന്നാമത് ബിസിയുള്ള ആളാണ് ഐശ്വര്യ, അല്ലേ? ഭയങ്കര ബിസി എന്നല്ലേ പറഞ്ഞ എന്ത് കാര്യത്തിൽ. അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമിൽ വരാൻ ഈ ബിസി ടൈമിൽ നിന്ന് കുറച്ച് സമയം ഇങ്ങോട്ട് കണ്ടെത്തിയതിന് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും നമ്മുടെ ഈ പ്രോഗ്രാമിൽ വരണം. ഒരുപാട് പഠിച്ച് വലിയൊരാളാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.